ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ഓർഗനൈസേഷനിലെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അത് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ നോർമലി എന്ത് പേര് പറയാം, ഓഡിറ്റിംഗ് എന്നുള്ള പേരിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഓഡിറ്റിംഗ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആ ഓർഗനൈസേഷനിൽ ചെയ്യുന്നതിനുള്ള പർപ്പസുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ് എന്ന് നോക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്. ആദ്യം തന്നെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ് ഓർഡർ വിച്ച് മീൻസ് ടു ഹിയർ. അപ്പോൾ ഏത് വേർഡിൽ നിന്നാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഓഡിയർ വിച്ച് മീൻസ് ടു ഹിയർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓഡിറ്റിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഒരു കമ്പനി റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് അതിൻ്റെ ഒതൻറ്റിസിറ്റി ആൻഡ് ആക്യുറസി ഉറപ്പുവരുത്തണം. അങ്ങനെ ചെയ്ത് ചെക്ക് ചെയ്യുന്നതിന് പ്രോസസ്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് ഈസ് എ critical examination of records and books of accounts of a business by an independent qualified person for ascertaining authenticity and accuracy of entries appeared in the books of accounts. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്തൊക്കെയാണോ, ജേർണൽ, ലെഡ്ജർ ആയിക്കോട്ടെ, ഫയൽ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ഇതിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പേഴ്സൺ നമ്മളോട് എന്ത് ചെയ്യും, അപ്പോയിൻറ്റ് ചെയ്യും. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നൊരു പേഴ്സണാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, ഓഡിറ്റേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ആക്യുറസി, ബുക്ക് ഓഫ് അക്കൗണ്ട്സിലെ ഐറ്റംസിൻ്റെ ആക്യുറസി എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ്ജർ തൊട്ട് ജേർണൽ തൊട്ട് ഫയൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അവിടെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ച് എന്ത് വരുത്തണം, അവിടെ ഉറപ്പ് വരുത്തണം. ഈ ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് നടന്നു പോകുന്നത്. ഇനി അതിനൊരു ഡെഫിനേഷനുണ്ട്. Auditing is an examination of books and records of business in order to ascertain or verify or report upon the facts regarding the financial operations and results of thereof. നോർമലി നമ്മൾ ഒരു ഇയർ എൻഡിങ് ആകുമ്പോഴത്തേക്കും ഒരു അക്കൗണ്ടിങ് ഇയറിലെ ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആകുന്ന റിപ്പോർട്ട് തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പ്രോപ്പറായിട്ടുള്ള ഫാക്ട്സ് ആണോ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ എവിടെ നടക്കുന്നുണ്ട്, ഓഡിറ്റിങ്ങിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ ചെയ്യുന്നത് നോർമൽ കേസിനകത്ത് നടക്കുന്നത് ഒരു പ്രോഗ്രാം, ഒരു റെക്കോർഡിങ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ കംപ്ലീറ്റ് ആണോ, എറേഴ്സ് ഉണ്ടോ, ഫ്രോഡ്സ് ഉണ്ടോ, മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യലാണ് ഓഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മൂന്നായിട്ടാണ് ഒബ്ജക്റ്റീവ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓർ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നോക്കാം. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പിന്നെ വരുന്നത് എന്താണ് അവിടെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരിലൊക്കെ നമ്മൾ അറിയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും, ബാലൻസ് ഷീറ്റ് എന്താണ്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ ലോ അനുസരിച്ചിട്ടാണോ, കമ്പനീസ് ആക്ടിൻ്റെ ആണെങ്കിലും അല്ലാതെ അക്കൗണ്ട്സിൻ്റെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണോ, എങ്ങനെയൊക്കെയാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഉണ്ടാവുന്ന എന്താണ്, പ്രോഫിറ്റും ഫിനാൻഷ്യൽ പൊസിഷനും എല്ലാം എന്തായിരിക്കും, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കും. ഇപ്പം നോർമലി നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം, ലോ അനുസരിച്ചിട്ടായിരിക്കണം, റൂൾസ് അനുസരിച്ചിട്ടായിരിക്കണം, സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടായിരിക്കണം. ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അറൈവ് ചെയ്യുന്ന പ്രോഫിറ്റ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ എല്ലാം തന്നെ എന്തായിരിക്കും, ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുക, അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണോ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്ത് പോകണം, ചെക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ്. ഇനി സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആണ്, അതായത് സബ്സിഡിയറി ഓർ ആൻസിലറി ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്.
ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. അപ്പോൾ ആ എറേഴ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് ചെയ്യാനായിട്ടാണ് അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്താണ് ഇവിടെ ഈ പറയുന്ന ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രോഡ്, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഫ്രോഡ്സ് ഉണ്ടാവാം. അതായത് ആക്ച്വലി നടക്കാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം, നടന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടാതിരിക്കാം. അതുപോലെ ആക്ച്വലി ഗുഡ്സ് സോൾഡ് ചെയ്തിരിക്കുന്ന പ്രൈസ് എത്രയാണോ അതിനേക്കാൾ കുറച്ച് കാണിക്കാം. അങ്ങനെയുള്ള ഫ്രോഡ്സ് കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിനെ എല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്ന ഏത് ഒബ്ജക്റ്റീവിലാണ്? സബ്സിഡിയറി ഓർ ആൻസിലറി ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. ഓഡിറ്റേഴ്സ് ചെയ്യുന്നത് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അത് ഇല്ലാതാക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക. നെക്സ്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. ഫ്രോഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുക. ഇനി എറേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. എറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അൺഇൻറ്റൻഷ്യലി നമ്മൾ ഓർഗനൈസേഷനിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എറേഴ്സ് ആണ്. അതായത് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മിസ്റ്റേക്സ് വരുത്തുന്നത്. ചില സാഹചര്യത്തിൽ റെക്കോർഡ്സ് ചെയ്തു വരുമ്പോഴത്തേക്കും എറേഴ്സ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് ഇവിടെ? ഡിറ്റക്ഷൻ, ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെയുള്ള എറേഴ്സ് വരുമ്പോൾ 2 രീതിയിലായിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ക്ലറിക്കൽ ഓർ ടെക്നിക്കൽ എറേഴ്സ്, അതല്ലെങ്കിൽ എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ. ക്ലറിക്കൽ എറേഴ്സ് എന്താണെന്ന് നോക്കിക്കേ. എറേഴ്സ് റെഫേഴ്സ് ടു ഓൾ ടൈപ്പ് ഓഫ് എറേഴ്സ് കമ്മിറ്റഡ് ഓൺ ദ അക്കൗണ്ട്സ് ഓഫ് ക്ലറിക്കൽ മിസ്റ്റേക്സ് അല്ലേ. അപ്പോൾ നമുക്ക് ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ക്ലറിക്കൽ എറേഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മിസ്റ്റേക്സ് എല്ലാം തന്നെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോഴോ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള എറേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലറിക്കൽ എറേഴ്സ്. ഇനി എറേഴ്സിന് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്? എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അക്കൗണ്ട്സിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്താണ്? ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ഐറ്റം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? എറർ ഓഫ് ഒമിഷൻ. എറർ ഓഫ് കമ്മീഷൻ എന്താണ്? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ടോട്ടലിംഗ് നടത്തുന്ന സമയത്തോ പോസ്റ്റിംഗ് നടത്തുന്ന സമയത്തോ ഒക്കെ മിസ്റ്റേക്സ് വരാം. അതായത് ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാം. ലെഡ്ജറിൽ ടോട്ടൽ ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന എമൗണ്ടുകൾ തമ്മിൽ ടോട്ടൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരാം. ഒരു അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എമൗണ്ട് വേറെയും വേറൊരു അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എമൗണ്ട് വേറെ. ഒരു ട്രാൻസാക്ഷൻ തന്നെ 2 ആസ്പെക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ആസ്പെക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എമൗണ്ട് വേറെയാണ്, ഒരു ആസ്പെക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എമൗണ്ട് വേറെ. അങ്ങനെ എമൗണ്ടുകൾ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് തന്നെയാണ്? എറർ ഓഫ് കമ്മീഷനാണ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് പറയുമ്പോൾ നോർമലി ട്രാൻസാക്ഷൻസിൽ എറേഴ്സ് വന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വന്നാൽ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കൈൻഡ് ഓഫ് എറേഴ്സിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, അതായത് സെയിം ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ പിന്നെ എൻ്റർ ചെയ്ത് പോകാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ നോർമൽ കേസിൽ ഒരു ക്ലർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എറേഴ്സിനെയാണ് എന്ന് പറയുന്നത് ക്ലറിക്കൽ എറേഴ്സ് എന്നുള്ള രീതിയിൽ മെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ക്ലറിക്കൽ എറർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് തന്നെ എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സിൻ്റെ ജനറലി അക്സെപ്റ്റഡ് റൂൾസ് ഉണ്ട്. ഈ റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഐറ്റത്തിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കി മാറ്റാൻ പാടില്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ ഐറ്റത്തെ എന്താക്കി എടുക്കാനും പാടില്ല? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കാനും പാടില്ല. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഐറ്റത്തെ റവന്യൂ ആക്കി ട്രീറ്റ് ചെയ്യാനും പാടില്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ ഐറ്റത്തിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ്? റൂൾസിന് വയലേഷനാണ്. അക്കൗണ്ട്സിൻ്റെ റൂൾസിന് വയലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നായിരിക്കും ആ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അക്കൗണ്ട്സിൻ്റെ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്ത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ 2 രീതിയിലാണ് ഇവിടെ നമുക്ക് എറേഴ്സ് വന്നിരിക്കുന്നത്, ക്ലറിക്കൽ എറേഴ്സും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. അതായത് സബ്സിഡിയറി ഒബ്ജക്റ്റീവിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവാണ് എന്തെന്ന് പറയുന്നത്? ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ആ എറേഴ്സിൽ ഫസ്റ്റ് എററാണ് എന്തെന്ന് പറയുന്നത്? ക്ലറിക്കൽ എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് വൺ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആണ്.
ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഐറ്റംസ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ചില സമയത്ത് വിൽഫുള്ളി അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ഫ്രോഡുകൾ ചെയ്യാനായിട്ട്, അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്, ഫ്രോഡ് എന്ന് പറയുന്നത്. ആക്ച്വലി കിട്ടുന്ന എമൗണ്ടുകൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യാതിരിക്കാം. ഒരു ഐറ്റം സോൾഡ് ചെയ്യുന്നുണ്ട്, സോൾഡ് ചെയ്തിട്ട് ആ ഐറ്റത്തിൻ്റെ എമൗണ്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെന്തായിരിക്കും, ഫ്രോഡാണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് അതെല്ലാം ചെയ്യേണ്ടത് ഓഡിറ്റിങ്ങിൽ വരുന്ന ഒരു സ്റ്റെപ്പായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോർമൽ രീതിയിൽ ഗുഡ്സ് ആയിക്കോട്ടെ ക്യാഷ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യുമ്പോൾ ചില സാഹചര്യത്തിലുള്ള വാല്യൂവിനേക്കാൾ കുറച്ച് എൻട്രി ചെയ്യും, അല്ലെങ്കിൽ ഉള്ളതിനേക്കാൾ കൂട്ടി എൻട്രി ചെയ്യാം. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന ഫ്രോഡിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മാനിപ്പുലേഷൻ ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുമ്പോൾ നോർമലി ക്യാഷ് നമ്മൾ എൻ്റർ ചെയ്യുന്നതിനകത്ത് വരുന്ന ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്. ഗുഡ്സിൻ്റെ കേസിലും അത് തന്നെയാണ്. ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഗുഡ്സിൻ്റെ കേസിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ സ്റ്റോർ രജിസ്റ്റേഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോർ രജിസ്റ്ററിൽ ഗുഡ്സിൻ്റെ കണക്ക് എഴുതുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് ആയിരിക്കും. അതുപോലെ തന്നെ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിൽ രണ്ടും വരുന്നുണ്ട്. ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടും ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടാകുന്ന എറേഴ്സാണ്, അല്ലെങ്കിൽ ഫ്രോഡ്സ് ആയിരിക്കും അവിടെ വരുന്നത്. ഇനി എന്താണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് നോക്കാം. മിസ്അപ്രോപ്രിയേഷൻ, ഡിഫോൾക്കേഷൻ ഓർ embezzlement of cash. Misappropriation of cash means fraudulent appropriation of cash belonging to another person by whom it has been entrusted. അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും, എല്ലായ്പ്പോഴും തന്നെ അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കണം എന്നില്ല, ക്യാഷ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ മാനേജ് ചെയ്ത് പോകുന്നത്. അതിനവിടെ നമുക്കൊരു എംപ്ലോയീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വ്യക്തി ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും തിരിമറികൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നില്ല, അവർ എൻട്രി ചെയ്യണം എന്നില്ല. അതായത് കിട്ടുന്ന ക്യാഷിൻ്റെ എമൗണ്ടുകൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയാണ് നമ്മളിവിടെ മിസ്അപ്രോപ്രിയേഷൻ കൊണ്ട് മെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി മിസ്അപ്രോപ്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ടേമാണ് ടീമിംഗ് ആൻഡ് ലാപ്പിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ടീമിംഗ് ആൻഡ് ലാഡിംഗ് ഓർ ലാപ്പിംഗ് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ അയാളുടെ ഗുഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് ഐറ്റംസ് സോൾഡ് ചെയ്യുകയാണ്. ഒരു സെല്ലർ ഗുഡ്സ് സോൾഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. നോർമലി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, ഫസ്റ്റ് ഒരു ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് അത് ഈ ക്യാഷിനെ മാറ്റും. അയാളുടെ പേഴ്സണൽ പർപ്പസിലോ എന്തും ആയിക്കോട്ടെ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് മാറ്റും. സെക്കൻഡ്, ഒരു കസ്റ്റമർ വരികയാണ്, അയാൾക്ക് ഗുഡ്സ് സോൾഡ് ചെയ്തതിന് ശേഷം അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എമൗണ്ട് ഫസ്റ്റ് കസ്റ്റമറുടെ പേരിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യുക. ആദ്യം ഗുഡ്സ് കൊടുത്ത ആളുടെ കയ്യിൽ ക്യാഷ് വാങ്ങുന്നുണ്ട്, പക്ഷേ നമ്മൾ ബുക്സിൽ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. രണ്ടാമത് വരുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങും, പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നത് ആദ്യത്തെ കസ്റ്റമറുടെ പേരിലായിരിക്കും. ദെൻ മൂന്നാമതൊരു കസ്റ്റമർ വരുന്നുണ്ട്, അയാൾക്ക് ഗുഡ്സ് എന്താണ് ആവശ്യമായിട്ടുള്ള സർവീസ് അത് കൊടുത്തതിന് ശേഷം അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കും, പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നത് ആരുടെ പേരിലായിരിക്കും, സെക്കൻഡ് കസ്റ്റമറുടെ പേരിലായിരിക്കും. അങ്ങനെ ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴും അയാളുടെ തൊട്ട് മുമ്പത്തെ ആളുടെ പേരിലായിരിക്കും നമ്മൾ എന്ത് ചെയ്ത് പോകുന്നത്, ക്രെഡിറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ്. അതിങ്ങനെ ഒരു ഇയർ എൻഡിങ് പ്രോസസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് ഓർ ലാപ്പിംഗ് പ്രോസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്ന ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നത്, കിട്ടുന്ന ക്യാഷ് എമൗണ്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്യാതെ ഓരോ കസ്റ്റമേഴ്സ്, ആദ്യം വാങ്ങുന്ന കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല. രണ്ടാമത് കിട്ടുന്ന കസ്റ്റമറുടെ ക്യാഷ് എമൗണ്ട് ആദ്യത്തെ കസ്റ്റമറുടെ പേരിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യുക. മൂന്നാമത് കിട്ടുന്ന കസ്റ്റമറുടെ ക്യാഷ് എമൗണ്ട് സെക്കൻഡ് കിട്ടുന്ന കസ്റ്റമറുടെ പേരിൽ എന്ത് ചെയ്യുക, അവിടെ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തു പോകുന്നത് ഈ പ്രോസസ്സിന്. അതിനെ പറയുന്ന പേരാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ്. ഇനി നെക്സ്റ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ക്യാഷ് ആയിക്കോട്ടെ ഗുഡ്സ് ആയിക്കോട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നോൺ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്, അതായത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നോർമലി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടണം എന്നുള്ള നിർബന്ധമാണ് അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഓരോ വർഷവും ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും ആ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന എമൗണ്ട് പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റിവെക്കുക. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ്. ഈ ഐറ്റത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ
ആ ഐറ്റം എവിടെ നിന്നായിരിക്കും ഡിഡക്ട് ചെയ്യപ്പെടുന്നത്? കമ്പനിയുടെ പ്രോഫിറ്റ് എമൗണ്ടിൽ നിന്നായിരിക്കും. അതായത് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ റവന്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു പോകുന്ന എമൗണ്ട് എങ്ങോട്ടേക്കായിരിക്കും മാറ്റുക? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അക്യുമുലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവസാനം ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഫിക്സഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യാം നോർമലി. അപ്പോൾ ഇങ്ങനെയുള്ള എമൗണ്ടുകൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ എന്ത് ചെയ്യാം? മിസ്റ്റേക്സ് വരുത്താം. ഓക്കെ, അതായത് ആക്ച്വലി ഉള്ള ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യത? പ്രൊവിഷൻ ഡിപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊവിഷൻ എമൗണ്ടിനകത്ത് മിസ്റ്റേക്സ് വരുത്താം. അടുത്തത് പ്രൊവിഷൻ ഓഫ് ലെസ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. സെയിം തന്നെ കോൺസെപ്റ്റ് ആണ് നമ്മൾ മെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്സ്. അടുത്തത് പ്രൊവിഷൻ ഓഫ് മോർ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്. ആക്ച്വലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക? അവിടെ കൊടുക്കുക. ഫസ്റ്റ് കേസിൽ പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് കേസിൽ പറയുന്നത് ഡിപ്രീസിയേഷൻ എന്താണ്? കുറച്ച് കാണിക്കുക എന്നുള്ളതാണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട്. തേർഡ് കേസിൽ പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുന്ന സമയത്തും അവിടെ എന്തുണ്ടാവാം? മിസ്റ്റേക്സ് ഉണ്ടാകാം. ഇതെല്ലാം ഫ്രോഡാണ്, ആക്ച്വലി ഉള്ള വാല്യൂവിനേക്കാൾ കൂടുതൽ വരുന്നത്. ദെൻ ഓവർ വാല്യൂഷൻ ഓഫ് അസറ്റ്സ്. ഓവർ വാല്യൂഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി ഉള്ള ഫിക്സഡ് അസറ്റുകൾ, എന്ത് അസറ്റ് ആയിക്കോട്ടെ, കറണ്ട് അസറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, ഇതിന്റെ വാല്യൂസ് എല്ലാം തന്നെ കൂട്ടി കാണിക്കുക. സെയിം തന്നെ വേറൊരു പേരാണ് എന്ത്? അണ്ടർ വാല്യൂഷൻ ഓഫ് അസറ്റ്സ്. ഇതിന്റെ എമൗണ്ടുകൾ കുറച്ച് കാണിക്കുക, അസറ്റുകളുടെ വാല്യൂ കുറച്ച് കാണിക്കുക. അപ്പൊ ഇങ്ങനെ പറയുന്നതെല്ലാം തന്നെ എന്താണ്? മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിൽ വരുന്നതാണ്. ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യുന്ന എല്ലാം തന്നെ അതിന്റെ ബുക്ക് വാല്യൂ എന്താണോ ലെസ് ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ ആണെങ്കിൽ ബുക്ക് വാല്യൂ ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ള വാല്യൂല് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി വിൻഡോ ഡ്രസ്സിംഗ് ആണ് നെക്സ്റ്റ് ഒരു മെത്തേഡാണ്. മാനിപ്പുലേഷൻ നടത്താനുള്ള ഒരു മെത്തേഡാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ബൈ വിച്ച് balance sheet is made to show the statement of affairs that is different from the actual state of affairs. Generally, the practice of window dressing is adopted to make balance sheet show a state of affairs better than the actual state of affairs. അപ്പോൾ ബെറ്റർ ദാൻ ദ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എത്രയുണ്ടോ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനെ കാണിക്കുക. നോർമൽ കേസിനകത്ത് ഉണ്ടാകുന്ന ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറവായിരിക്കും, സോൾവൻസി പൊസിഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നോർമലി സോൾവൻസി പൊസിഷൻ കുറവാണെങ്കിൽ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് കുറവായിരിക്കും. സോ ഈ സിറ്റുവേഷൻ എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് അവിടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ അക്കൗണ്ടന്റ് എന്ത് ചെയ്യായിരിക്കും? ഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷനും ഒരു ഫോൾസ് ആയിട്ടുള്ള മെത്തേഡിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതായത് ആക്ച്വലി ഉള്ള വാല്യൂസ് ഒന്നും കാണിക്കാതെ പ്രോഫിറ്റബിലിറ്റി കൂട്ടി കാണിക്കാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂട്ടി കാണിക്കാനുള്ള രീതിയിലായിരിക്കും ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ആക്ച്വൽ ആയിട്ടുള്ള ഫിഗേഴ്സ് വെച്ച് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ വേറെ ഫിഗേഴ്സ് ഇട്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും കൂട്ടി കാണിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ പറയുന്ന പേരാണ് വിൻഡോ ഡ്രസ്സിംഗ്. അപ്പോൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻസ് നടത്തുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. പണ്ട് അതിൻ്റെ ബേസ് ചെയ്ത് കുറേ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യം സ്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ ബേസ് ചെയ്തിട്ടൊക്കെ കുറച്ച് കേസുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട്. അതായത് അവരൊക്കെ കുറെ കൂടി പ്രോഫിറ്റബിലിറ്റി കൂട്ടി കാണിച്ചുകൊണ്ട് എന്താണ് മാർക്കറ്റിൽ അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂട്ടാനൊക്കെ നോക്കി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പണ്ട് കേസുകളുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സിറ്റുവേഷൻ. അവിടെ എടുക്കേണ്ട സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മളവിടെ നോക്കേണ്ടത് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്ന എൻട്രി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം തന്നെ കറക്റ്റ് ആയിരിക്കണം. അതല്ലാതെ ഒരു ആക്ച്വൽ ഫിഗേഴ്സിനെ മറച്ചു വെച്ചുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്താണ്? വിൻഡോ ഡ്രസ്സിംഗ് എന്നുള്ള കോൺസെപ്റ്റിലാണ് കൺസിഡർ ചെയ്ത് പോകുന്നത്. അടുത്തത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ആണ്. അതായത് നമ്മളിപ്പോൾ 3 രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഏതായിരുന്നു പറഞ്ഞത്? പ്രൈമറി ഓർ മെയിൻ ഒബ്ജക്റ്റീവ്. സെക്കൻഡറി എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സബ്സിഡിയറി ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് പറയുന്നത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓർഗനൈസേഷനിലും ഓരോ ഒബ്ജക്റ്റീവ് ഓരോ ഓഡിറ്റിംഗ് നടത്തുന്നതിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ്. ദർ വിൽ ബി എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സ്പെസിഫിക് ഓഡിറ്റ്. ഒരു ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷണൽ ഓഡിറ്റ് ഉണ്ട്, കോസ്റ്റ് ഓഡിറ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് ഓരോ പർപ്പസുകൾ ഉണ്ടെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ ഉണ്ടാകേണ്ട ഫുൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന എക്സ്പെൻസുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതും അത് ഉറപ്പ് വരുത്താനാണ്. ആക്യുറസി ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പാണോ കറക്റ്റ് ആണോ എന്നുള്ള ഉറപ്പ് വരുത്താനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്.
ഒരു ട്രാൻസാക്ഷൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഫുൾ കോസ്റ്റുമായിട്ടും അല്ലെങ്കിൽ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താനാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കോസ്റ്റ് ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന മാനേജ്മെന്റ് പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവില്ലേ. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ എല്ലായ്പ്പോഴും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാകണം എന്നില്ല. ചിലപ്പോൾ പ്രസന്റ്ലി ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസിയും കാരണം കൊണ്ട് ഒരു ഓർഗനൈസേഷന് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നുള്ളതിൻ്റെ റിവ്യൂ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മാനേജ്മെന്റ് ഓഡിറ്റ് ആയിരിക്കും. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്താണ്? The aim of audit is to evaluate the existing operations of entity in order to give expert advice to improve the efficiency. നിലവിൽ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ ആ ഓപ്പറേഷണൽ ആക്ടിവിറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ട്, നിലവിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായി, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള റിപ്പോർട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ത് കണ്ടക്ട് ചെയ്യുക, ഓർഗനൈസേഷൻ എന്ത് കണ്ടക്ട് ചെയ്യാം, ഓപ്പറേഷണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യിക്കാം. അപ്പോൾ അതുവഴി കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എടുത്തത് ഇവിടെ മീനിങ് ഓഫ് ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഒബ്ജക്റ്റീവ്സുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.